അയ്യോ ഇല്ല 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 ഒരിക്കലും ഇല്ല. എൻ്റെ വീട്ടിൽ ആരും മദ്യപിക്കില്ല, എൻ്റെ ചേട്ടൻ മദ്യപിക്കില്ല, ഞാൻ മദ്യപിക്കില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒന്നുമില്ല. ഒരു പാർട്ടി വന്നാൽ പോലും ഇവിടെ മദ്യപാനം എന്തെന്ന് അറിഞ്ഞൂടാ. എൻ്റെ ചേട്ടൻ അതൊന്നും കുടിച്ചൂടാ. അത് അയാളൊരു രോഗിയാണ്, ഹാർട്ട് പേഷ്യൻ്റാണ്. അയാൾക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. അയാൾ ഒരു വകയും ഇതൊന്നും കിഡ്നി പ്രോബ്ലമാണ്. എനിക്ക് അറിഞ്ഞൂടാ മക്കളെ, നമ്മളൊന്നും കണ്ടിട്ടില്ല. ഈ കുട്ടി കുടിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിഞ്ഞൂടാ. ഇവൻ കുടിപ്പിച്ചതാണോ എന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഇതുവരെ ആ കുട്ടി ഒന്നും കുടിച്ചിട്ടില്ല. നമ്മളെ വീട്ടിൽ നമ്മൾ അങ്ങനത്തെ ഫാമിലി അല്ല. എൻ്റെ വീട്ടുകാരിൽ അവിടെ എൻ്റെ അച്ഛൻ നമ്മളെ ഫാമിലി ആരും കുടിക്കുന്ന പാർട്ടിയല്ല. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ആരും ഈ ഫാമിലിയിലുള്ള ഒരൊറ്റ മനുഷ്യർ വെള്ളം അടിക്കുന്ന പാർട്ടിയില്ല. അളിയന്മാരായാലും ശരി തന്നെ, ചേട്ടൻ്റെ സഹോദരിമാരെ ഭർത്താക്കന്മാരായാലും ശരി തന്നെ, അവരുടെ മക്കളായാലും ശരി തന്നെ, ആരും കുടിക്കുന്നവർ ഈ ഫാമിലിയിലില്ല. ആരോടെങ്കിലും ചോദിച്ചാൽ മനസ്സിലാക്കാം. ആരും കുടിക്കില്ല. ഈ വീട്ടിനകത്ത് അങ്ങനെ ഒരു കുടിയെന്ന് പറയുന്ന കുപ്പിയൊന്നും എൻ്റെ വീട്ടിനകത്തില്ല. നിങ്ങൾ കയറി നോക്കിക്കൊള്ളി. ഒരൊറ്റ കുപ്പി പോലും ഈ പ്രദേശത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുടി പാർട്ടി അല്ല. നമ്മൾ മാന്യമായിട്ട് ആരെയും ദ്രോഹിക്കാതെ നമ്മൾ ജീവിക്കുന്നതാണ്. എൻ്റെ കടയിൽ ഞാൻ ഒരു കട നടത്തിക്കൊണ്ട് അതിനെ അവൻ നശിപ്പിച്ചു. അപകടം നടന്നതിന് ശേഷം അയ്യോ ഒരിക്കലും ദൃക്സാക്ഷികൾ നിർത്താനാണ് പറയൂ. അല്ലാതെ എൻ്റെ മോള് എടുത്തോണ്ട് പോകാൻ പറയില്ല. ഒരിക്കലും പറയില്ല മോനെ. പാവപ്പെട്ട ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടി അവൾ ഒരിക്കലും പറയില്ല. അങ്ങനെയാണ് ഇപ്പം ദൃക്സാക്ഷികൾ പറയുന്നത്. ദൃക്സാക്ഷികൾ നിർത്താൻ പറഞ്ഞതായിരിക്കും, കൈയെടുത്ത് നിർത്താനായിട്ട് പറഞ്ഞായിരിക്കും. അല്ലാതെ എടുത്തോണ്ട് പോവാൻ എൻ്റെ പൊന്നു മക്കൾ പറയില്ല. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന മോളാണ്. ഒരു രോഗി വന്നാൽ ആ രോഗിയുടെ കൂടെ നിന്ന് അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കണ കുട്ടിയാണ്. ഒരു അസുഖം വന്നാൽ പോലും കൂടുതലായ ആ കുട്ടി അടുത്ത ഹോസ്പിറ്റലിൽ ആംബുലൻസിൽ കയറിപ്പോയി അവിടെ കൊണ്ട് അഡ്മിറ്റ് ആക്കിയിട്ട് ആ കുട്ടി ആംബുലൻസിൽ നേഴ്സുമായിട്ട് തിരിച്ചു വന്നിട്ടുള്ള എൻ്റെ കൂടി ഫോണിൽ വിളിച്ച് പറയാം, അമ്മ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു കുട്ടിയെ ഒരാളിനെ കൊണ്ടുവന്നമ്മ, ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ ഇവിടെ പറ്റാത്തതുകൊണ്ട് ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ അമ്മ, രാത്രി 1 മണിയായപ്പോഴൊക്കെ തിരിച്ചു വരും എൻ്റെ കൊച്ച്. അപ്പോഴും എൻ്റെ കൂടി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഞാൻ പറഞ്ഞു മക്കളെ എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറണം. എല്ലാവരെയും വലിയവരെന്നോ ചെറിയവരെന്നോ നോക്കരുത്. എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കണം. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അതാണ് നമുക്കുള്ള സ്വത്ത്, വേറെ ഒന്നുമില്ല മക്കളെ. അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, ആരെയും ദ്രോഹിക്കാനോ ആരെയും കള്ളം പറയരുത്, എല്ലാം സത്യസന്ധമായിട്ട് ജീവിക്കാനാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ പഠിപ്പിച്ചത്. ഞാനും അവളെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവർക്കിപ്പോ നേരത്തെ പറഞ്ഞില്ലേ അജ്മലായിട്ടൊക്കെ എങ്ങനെയാണ് പരിചയം? എത്ര കാലം അജ്മലിനെയൊക്കെ പരിചയപ്പെട്ടിട്ട്? ഇത് കുടുക്കിയതാണെന്നൊരു സംശയം. കുടുക്കിയതാണ് പൂർണ്ണമായിട്ട്. ഇതെല്ലാം ഉരി മാച്ചില്ല മോനെ. ആരാണ് കുടുക്കിയത് മകളെ? കുടുക്കിയതെന്നാണ് പറയുന്നത്. ഈ അജ്മലും ഈ അഫീഷ എന്ന് പറഞ്ഞ അവനും കൂടി ഇതിൽ ചേർത്ത് ഇവരെല്ലാരും കൂടി കുടുക്കിയതാണ് മക്കളെ. 3 പേരാണോ മകളെ കുടിക്കുന്നത്? ആരൊക്കെയാണ്? എൻ്റെ ആദ്യ ഭർത്താവ് എന്ന് പറഞ്ഞ ഭുവനേന്ദ്രൻ. അവനാണ് ഈ അഫീഷ് രാജിനെ വിട്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. ഈ അഫീഷ് രാജാണ് ആ പയ്യനെ വിട്ട് ഇത് ചെയ്യിച്ചു. അവൻ പൈസയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ. എന്തിനാണ് എൻ്റെ മോളെ കുരുക്കാൻ വേണ്ടി ആ പാവപ്പെട്ട സ്ത്രീയെ പുറത്തുകൂടി കയറ്റി ഇറക്കിയത്? എൻ്റെ മോളെ ജയിലിലാക്കാൻ വേണ്ടി എന്തിനാണ് അവൻ ചെയ്തത്? പാവമല്ലേ അത്. നമ്മളൊരു ഫാമിലിയിൽ താമസിക്കുന്നതല്ലേ. ഒരു അമ്മ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം നമുക്കറിയില്ലേ? എന്തിനാണ് എൻ്റെ പിള്ളേരെ കൊടുക്കാൻ വേണ്ടി? വേറെ ഏതെല്ലാം വഴികളുണ്ടായിരുന്നു. എന്തിനാണ് ആ സ്ത്രീയെ കൊന്നത്? എൻ്റെ പിള്ളേരത്തോണ്ടിട്ടിങ്ങനെ എന്തിനാണ്? എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റണില്ല. ഈ അപകടം നടന്ന ശേഷം മകള് വിളിച്ചിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു? പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എൻ്റെ പിള്ളയെ വിളിച്ചിരുന്നു. അമ്മ എപ്പോഴും വരും, അവൻ പനിയായിട്ട് കിടക്കണ, ഓണത്തിന് അമ്മയെ കാണാത്തതുകൊണ്ട് പനി പിടിച്ച് കിടക്കുകയാണ്, എൻ്റെ അമ്മ എപ്പോഴും വരുമെന്ന് പറഞ്ഞ ആ കുട്ടി കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. 3 ദിവസം കൊണ്ട് പനിയായിട്ട് കിടക്കുകയാണ്. അന്ന് എന്ത് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് കൊല്ലത്തേക്ക് പോയത്? എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നാണോ പറഞ്ഞേ? എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയേ? കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഇവിടെ വന്ന് ആഘോഷിച്ച് ഈ നാട്ടുകാരെയൊക്കെ വിളിച്ച് നമ്മൾ എപ്പോഴും ഗ്രാൻഡായിട്ട് എൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ എടുക്കും. മോൻ്റെ ബർത്ത്ഡേ 8 വയസ്സ് തികഞ്ഞതിന് എല്ലാം അലങ്കരിച്ച് എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ എടുത്തിട്ട് അവൾ പോയി. ഓണത്തിനെ വരും അമ്മ, എനിക്ക് എപ്പോഴും ലീവ് കിട്ടൂല, 5 ദിവസത്തെ ലീവ് ഞാൻ തുടരെ എടുത്തിട്ട് വരാം, അല്ലെങ്കിൽ ഒരു ദിവസം ഇവിടെ നിൽക്കാൻ പറ്റൂ, അതുകൊണ്ട് 5 ദിവസത്തെ ലീവ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഈ ഓണത്തിന് 2 ദിവസത്തിന് മുമ്പേ പറഞ്ഞ് അമ്മ ഞാൻ ഓണത്തിന് ഇവിടെ കാണുമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഇവള് പിന്നെ വന്നില്ല. അങ്ങോട്ട് എന്ത് മക്കളെ, അത് എല്ലാവരും ഓണത്തിൽ ലീവ് എടുത്തുകൊണ്ട് പോയി. എനിക്ക് വരാൻ പറ്റില്ല, ഒരു ദിവസത്തേക്ക് എങ്ങനെ അമ്മ ഞാൻ വരണത്? ഞാൻ ഓണം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പിള്ളയെ കാണാൻ 5 ദിവസത്തെ ലീവ് എടുത്തിട്ട് വരാം, അവന് സ്കൂൾ തുറക്കണതിന് മുൻപേ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പിള്ള ഫോൺ വെച്ചത്. പക്ഷെ ഇങ്ങനെ ഒരു അപകടത്തിൽ അവൻ പെടുത്തുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു മക്കളെ.
ഇവളെ മനഃപൂർവ്വം പെടുത്തിയതാണ്. ആ സോണി അഭീഷ് രാജിനെ വിളിച്ച് അവനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചുരുളുകൾ അഴിയും. ഈ കുട്ടിയെ എന്തുമാത്രം യൗവനം എന്തെന്നാ കുട്ടി സന്തോഷിച്ച് അറിഞ്ഞിട്ടില്ല മക്കളെ. ഇതിൻ്റെ ബാക്കിൽ നടന്ന് ഈ പൂനേന്ദ്രനും കൂടി ഈ കുട്ടിയെ നശിപ്പിച്ച് ആര് കണ്ടാലും ഈ നാട്ടുകാർക്കും അറിയാം മക്കളെ അവൾ ആർക്കും ഉപദ്രവം ഇല്ലാത്ത കുട്ടിയാണ്. നിങ്ങൾ എന്തെങ്കിലും പരാതി അങ്ങനെ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട്? ഒരു മകളെ കുടുക്കിയതാണ് അങ്ങനെ എന്തെങ്കിലും പരാതി നൽകാനുള്ള ഉദ്ദേശം? വക്കീലുമായിട്ട് എൻ്റെ ചേട്ടൻ അത് നടത്തുന്നുണ്ട്. ഇവിടെ ഇല്ല ഇപ്പോൾ, അതിനുവേണ്ടി അവർ പുറത്തോട്ട് പോയിരിക്കുകയാണ്. ഇവിടെ ഇല്ല മക്കളെ. ഞാൻ ഇന്ന് ഈ കുട്ടി ഓണം മുതൽ ഇതുവരെ ഇവിടെ ഓണം സദ്യ ഒന്നും ഉണ്ടാക്കില്ല മക്കളെ. എൻ്റെ പിള്ള ഇല്ലാത്തതുകൊണ്ട് ഒന്നും ഉണ്ടാക്കില്ല നമ്മൾ. ഇന്ന് ഓണം ഒന്നും ആഘോഷിച്ചില്ല. ഈ കൊച്ചിന് പനിയായിരുന്നു, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കില്ല നമ്മൾ. ഓണത്തിന് എൻ്റെ പിള്ള വന്നിട്ട് ഓണം ആഘോഷിക്കാമെന്ന് പറഞ്ഞ് ഒന്നും ഉണ്ടാക്കില്ല. ഇന്നൊന്നും ഉണ്ടാക്കിയില്ല. ഇന്ന് 3 ദിവസം കൊണ്ട് ആ കൊച്ചിന് പനിയായോണ്ട് അതിന് കഞ്ഞിയാണ് ഉണ്ടാക്കി കൊടുക്കണേ. ഞാൻ ഇന്ന് 3 ദിവസം കൊണ്ട് ആഹാരം കഴിക്കാതെ വെറും വെള്ളം മാത്രം കുടിച്ചോണ്ടിരിക്കും. ഈ പോലീസ് വരികയോ അവരെന്തെങ്കിലും ചോദിക്കുകയോ ചെയ്തായിരുന്നോ? അവരൊന്നും എൻ്റെ കൂടെ ഒന്നും ചോദിച്ചു. ഇവിടെ ആരും വന്നില്ല, പോലീസുകാർ ആരും വന്നില്ല. അത് ഇവിടെ അല്ലല്ലോ, അവിടെയല്ലേ നിയമ നടപടികളൊക്കെ നടക്കണത്. നിങ്ങളിപ്പോൾ കരുനാഗപ്പള്ളിയിലേക്ക് കൊല്ലത്തേക്ക് പോകുന്നുണ്ട്? ഞാനൊരിടവും പോകാൻ പറ്റൂല. എൻ്റെ കുട്ടി പനിയായിട്ട് കിടക്കുകയല്ലേ, എങ്ങനെ അവനെ എടുത്തിട്ട് പോകും? അവന് യാത്ര ചെയ്യാൻ പറ്റൂല. അത് അവിടെ ആണുങ്ങൾ പോയി എല്ലാ കാര്യങ്ങളും ചെയ്യും. എനിക്ക് അതിനോട്ട് പോകാനായിട്ട് പറ്റൂല. നിലവിലിപ്പോൾ പരാതിയൊന്നും കൊടുത്തിട്ടില്ല? മകളെ കുടുക്കിയതാണെന്ന് കാണിച്ച് പരാതികളൊന്നും നൽകിയിട്ടില്ല? കൊടുത്ത് വക്കീലുമായിട്ട് അവര് പരാതികൾ കൊടുത്തു കാണുമല്ലോ. ചുമ്മാ അച്ഛൻ ഇരിക്കുമോ? ഒരു മോളല്ലേ ഉള്ളൂ, അച്ഛൻ അങ്ങനെ ഇരിക്കുമോ? കൊടുത്തു കാണും. എൻ്റെ പരാതിയുടെ പുറകെ ആവും. ഈ മരണപ്പെട്ട കുഞ്ഞുമോളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കുമോ അങ്ങനെ എന്തെങ്കിലും? അതിന് ആരും വിളിച്ചില്ല. എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ. പാവപ്പെട്ട സ്ത്രീയല്ലേ. അവരുടെ വീട്ടുകാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം ഇപ്പം മകളെ കുടുക്കിയതാണെന്ന് പറയുന്നു. മാത്രമല്ല മകള് പറഞ്ഞിട്ടാണ് വണ്ടി റിവേഴ്സ് എടുത്ത് കയറ്റിയതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ കുടുംബക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ പിള്ള നിരപരാധിയാണ്. ഒരിക്കലും നിങ്ങൾ സംശയിക്കരുത്. എൻ്റെ പിള്ള അങ്ങനെ ഒരിക്കലും പറയില്ല. അവള് ഡോക്ടറാണ്. ഒരിക്കലും ആ കുടുംബത്തിൻ്റെ ഓടി നമുക്ക് ദുഃഖവും. ഞാൻ ഇന്ന് ഒരു ആഹാരം പോലും കഴിക്കാതെ കരഞ്ഞു കരഞ്ഞിരിക്കുകയാണ്. ദയവേത് ആ കുടുംബക്കാർ എൻ്റെ പിള്ളയെ കുറ്റപ്പെടുത്തരുതേ എന്ന് ഞാൻ താണപേക്ഷിക്കുകയാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല.